അപകടകരമായ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന രാജ്യങ്ങളുടെ ഗ്രേ പട്ടികയിൽ നിന്ന് FATF UAE ഒഴിവാക്കിയെന്നതാണ് ആ വാർത്ത. ഇതിന്റെ വിശദാംശങ്ങളടക്കം UAEയിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ഷിനു ഷംസുദ്ദീനുണ്ട്. ഷിനോജ്, അതായത് UAEയുടെ സാമ്പത്തിക മേഖലയ്ക്ക് ആശ്വാസം മാത്രമല്ല, അല്പം ഉണർവും കൂടി പകരുന്ന ഒരു വാർത്തയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? UAEയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രധാന വാർത്ത എന്നുള്ളത് FATF, അതായത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന അന്താരാഷ്ട്ര സമിതി UAEയെ അവരുടെ ചാരപ്പട്ടിക അല്ലെങ്കിൽ ഗ്രേ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ്. ധനകാര്യ വിനിമയവുമായി ബന്ധപ്പെട്ട സുതാര്യത ഉറപ്പുവരുത്തുന്നത് സംബന്ധിച്ച് ഈ അടുത്ത കാലം വരെ UAE അതിൻ്റെ ഗ്രേ ലിസ്റ്റിലായിരുന്നു. ആ ഗ്രേ ലിസ്റ്റിൽ നിന്ന് അടുത്ത കാലത്ത് UAE സ്വീകരിച്ച പല നടപടികളും കണക്കിലെടുത്ത് സാമ്പത്തിക രംഗത്ത് മണി ലോണ്ടറിങ് ഒഴിവാക്കുന്നതിന്, അതുപോലെ തന്നെ തീവ്രവാദ ഫണ്ടിങ് ഒഴിവാക്കുന്നതിന്, ധനവിനിമയം കൂടുതൽ സുതാര്യമാക്കുന്നതിനൊക്കെ എടുത്ത നടപടികൾ കണക്കിലെടുത്ത് ഈ ചാരപ്പട്ടികയിൽ നിന്നും UAE ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായ വാർത്ത. ഗ്രേ ലിസ്റ്റിൽ നിന്ന് UAE ഒഴിവാകുന്നത് കൂടുതൽ അന്താരാഷ്ട്ര കമ്പനികൾക്ക് സാമ്പത്തിക സുതാര്യതയോടുകൂടി തന്നെ UAEയിൽ ബിസിനസ് നടത്താനും അവർക്ക് കടന്നു വരാനും അവസരം ഒരുക്കും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഇതിനായി നിരവധി നടപടികൾ UAE എടുത്തിരുന്നു. അതിൻ്റെ ഫലമാണ് ഇന്ന് കണ്ടത്. ആ പട്ടികയിൽ നിന്ന് UAE ഒഴിവാക്കിയിരിക്കുകയാണ്. മറ്റൊന്നുള്ളത്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളുള്ളത് നാളെ ഷാൻ റഹ്മാൻ്റെ സംഗീത വിരുന്ന് നടക്കുന്ന സ്ഥലത്താണ്. അതിനുള്ള ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലേക്കായിരിക്കുന്നു. മലയാളികൾ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് നാളെ നടക്കാൻ പോകുന്നത്. ആദ്യമായാണ് ഷാൻ റഹ്മാൻ അത്തരമൊരു ലൈവ് കൺസർട്ട് ഒരുക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബൈയിൽ നടന്നിരുന്ന ഗൾഫ് ഫുഡ് എന്ന അന്താരാഷ്ട്ര ഭക്ഷ്യമേള സമാപിച്ചു. കേരളവും വളരെ സജീവമായ സാന്നിധ്യം അതിൽ ഉറപ്പാക്കിയിരുന്നു. KSIDCയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിക്ഷേപിക്കൂ എന്നുള്ള മുദ്രാവാക്യവുമായി KSIDC വളരെ ശക്തമായ സാന്നിധ്യം ഗൾഫ് ഫുഡിൽ അറിയിച്ചിരുന്നു. ഒപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖവാർത്തയും ഇന്ന് പങ്കുവെക്കാനുണ്ട്. നാട്ടിൽ പോയി തിരിച്ചു വരുന്നതിനിടെ മാതാപിതാക്കൾക്കൊപ്പം വാഹനം അപകടത്തിൽപ്പെട്ട് ഒരു 5 വയസ്സുകാരി ഇന്ന് മരിച്ചിട്ടുണ്ട്. ഷാർജ ഇന്ത്യൻ സ്കൂളിലെ KG1 വിദ്യാർത്ഥിനി നയോമി ജോബിനാണ് മരിച്ചത്. പത്തനംതിട്ട അടൂർ സ്വദേശിയാണ് ഇവർ. നാട്ടിൽ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. ദുബൈയിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. അങ്ങനൊരു ദുഃഖവാർത്ത കൂടി ഇന്ന് ദുബൈയിൽ നിന്നുണ്ട്.